ശബരിമലയിൽ നിന്നും ഭക്തർ കാണിക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്ന സ്വർണം മോഷ്ടിക്കപ്പെട്ട സംഭവം സത്യത്തിൽ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം ശബരിമല എന്ന് പറയുന്നത് ഒരുപാട് ഭക്തരുടെ, അത് കേരളത്തിലുള്ളവരുടെ മാത്രമല്ല, ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള ഒരുപാട് ഭക്തരുടെ ആശ്രയമായ അത്ര ശക്തിയുള്ള ഒരു ആരാധനാലയമായി ആളുകൾ വണങ്ങുന്നൊരിടത്താണ് ഇതുപോലൊരു ചതി നടന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ചതി എന്ന് തന്നെയാണ് പറയേണ്ടത്, അല്ലെ? കാരണം താഴികക്കുടമായിക്കോട്ടെ, വാതിലായിക്കോട്ടെ, കട്ടിളപ്പടി ആയിക്കോട്ടെ, ദ്വാരപാലകന്മാരെ പൊതിഞ്ഞ ശില്പമായിക്കോട്ടെ, പീഠമായിക്കോട്ടെ, എല്ലാം തന്നെ ചെമ്പാണ് എന്ന് പറയുന്ന രീതിയിലൊക്കെ ഇവരിപ്പോ സംസാരിച്ചു തുടങ്ങുമ്പോൾ സത്യത്തിൽ ഭക്തർക്കാണ് ഇവിടെ ഭയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? എന്താണ് ഇങ്ങനെ സംഭവിക്കാനായിട്ടുള്ള ഒരു മൂല കാരണം? ഇനി ഇതുപോലെ ഹിന്ദുക്കളുടെ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ കൊള്ളയടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ എന്താണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക? ഈ രണ്ട് കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് പ്രായോഗികമായ ആ വശങ്ങളെ കുറിച്ച് സംസാരിക്കാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സാമ്പത്തിക പിന്തുണയുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോഴും വരുമാനം നിലച്ച അവസ്ഥയിൽ തന്നെയാണ്. അതായത് യൂട്യൂബ്, ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മൾ വീഡിയോ ഇടുന്നത് നിർത്താൻ വേണ്ടി തന്നെ മനഃപൂർവ്വം നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചടിച്ചടിച്ച് നമ്മുടെ ചാനലിന്റെ റീച്ചും മോണിറ്റൈസേഷനും, വരുമാനം നൽകുന്ന ആ ഒരു സംഗതിനെയാണ് നമ്മൾ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്, അത് ഇല്ലാതായി പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് സാമ്പത്തികമായിട്ട് നിങ്ങളുടെ ഒരു പിന്തുണ നമ്മൾ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചത്. നല്ല രീതിയിൽ ഈ ചാനൽ മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരെ എന്നെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കാലം കൂടി ആ പിന്തുണ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പബ്ലിക് ഒപ്പീനിയന്റെ ഈ റിപ്പോർട്ട് അടിച്ച് വന്ന ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹാക്കറിനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. 2-3 മാസത്തിനുള്ളിൽ ഇത് ശരിയാകും എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആ നിലയിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ നമ്മൾ പാരലായിട്ട് മറ്റൊരു ചാനലും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തേക്കാം. പൊളി ന്യൂസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ന്യൂസ് എന്നാണ് അതിന്റെ പേര്. ഇതുപോലെ തന്നെ ഞാൻ അവിടെയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെയുള്ള മോണിറ്റൈസേഷന്റെ ഇഷ്യൂ എനിക്കിപ്പോൾ നിലവിൽ അവിടെ ഇല്ല. അവിടെ റിപ്പോർട്ടിങ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. രണ്ടാമതായിട്ട് മോണിറ്റൈസേഷൻ വൈകാതെ ആകും. അപ്പൊ എനിക്ക് അവിടെ വരുമാനം തുടങ്ങും. അതോടുകൂടി എനിക്ക് നിങ്ങളോട് സാമ്പത്തിക പിന്തുണ ചോദിക്കുന്ന ആ ഒരു സംഭവം നിർത്താനും പറ്റും. അപ്പോ ദയവേത് പബ്ലിക് ഒപ്പീനിയനെ പിന്തുണയ്ക്കുന്ന ആളുകൾ പൊളി ന്യൂസും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പറയാണ്. അവിടെ ഞാൻ തന്നെയാണുള്ളത്, ഈ മുഖം തന്നെയാണ്, ഈ വാക്കുകളൊക്കെ തന്നെയാണ്. രണ്ടിലും നമ്മൾ പാരലായിട്ട് ചെയ്തു പോവുകയാണ് ഈ വരുമാനത്തിന്റെ പ്രശ്നം നിലനിർത്താൻ. കാരണം എത്ര തോൽപ്പിക്കാൻ ശ്രമിച്ചാലും നമുക്ക് അങ്ങ് തോറ്റുപോകാൻ വയ്യല്ലോ. അതുകൊണ്ടാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുണ്ട്. MBBS പഠിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് നീറ്റ് ഒക്കെ എഴുതി കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടോ? എന്നാൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജോർജിയയിൽ പോയിട്ട് MBBS ചെയ്യാനായിട്ട് ഒരു അവസരമുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുന്നത് 2 കാര്യങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കോട്ടെ കിട്ടുന്നത്. ഒന്ന്, 60% ഓഫ് നിങ്ങളുടെ ഫീസിൽ വന്നേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഫുഡും അക്കോമഡേഷനും ഫ്രീ ഇന്റർനെറ്റും ഒക്കെ നിങ്ങൾക്ക് ജോർജിയയിൽ പഠിക്കുന്ന കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണിക്കുന്ന ഇമേജിന്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നമ്മുടെ എറണാകുളം പാലാരിവട്ടത്ത് തന്നെയുള്ള ഒരു സ്ഥാപനമാണ് ഡിസയർ അബ്രോഡ് സ്റ്റഡീസ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ സ്വർണ്ണപ്പാളി വിവാദം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ശബരിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഭരിക്കുന്നത് ആരാണ്? അയ്യപ്പനോട് സ്നേഹമുള്ള അല്ലെങ്കിൽ ഭക്തിയുള്ള, അല്ലെങ്കിൽ ഭക്തി എന്താണ്, ഹിന്ദു ആചാരങ്ങളോ അല്ലെങ്കിൽ ആത്മീയതയോ അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഉൾക്കാഴ്ചകളുള്ള അറിവുള്ള ആരെങ്കിലും ആണോ? അല്ല. ഇതാണ് അവിടുത്തെ മെയിൻ പ്രശ്നമെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം, അല്ലെ? ശബരിമല ഭരിക്കുന്നത് സത്യത്തിൽ വിശ്വാസികളല്ല, പകരം ദൈവം എന്ന വിശ്വാസത്തെ തള്ളിക്കളയുന്ന രീതിയിൽ പ്രത്യേക ശാസ്ത്രങ്ങളുള്ള വ്യക്തികളാണ്. നമുക്കറിയാം കമ്മ്യൂണിസത്തിന്റെ ബേസ് എന്താണ്? അവർ നിരീശ്വരവാദികളാണ്. അവർക്ക് ദൈവം എന്ന സങ്കല്പത്തിലെ വിശ്വാസമില്ല. കുറച്ചു കാലം പുറകോട്ട് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സഖാക്കന്മാർക്ക് അമ്പലത്തിൽ പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. നമ്മൾ സന്ദേശ സിനിമയിലൊക്കെ കാണുമ്പോഴത്തേക്കും അറിയാം, സഖാവ് കോട്ടപ്പള്ളി തലയിൽ മുണ്ടിട്ടിട്ട് അമ്പലത്തിൽ തൊഴാൻ പോകുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സീനുണ്ട്. ഇതായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ അന്നത്തെ അവസ്ഥ. അതായത് വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അത് പുറത്തെടുത്താൽ, അതായത് അമ്പലത്തിലൊക്കെ പോയിട്ട് ആ ദൈവത്തിനെ ഒന്ന് വണങ്ങിപ്പോയാൽ, താൻ ജനിച്ച പൈതൃകത്തിനനുസരിച്ച് ഒന്ന് ജീവിക്കാൻ ശ്രമിച്ചാൽ പാർട്ടിയിൽ നിന്നും വലിയ രീതിയിലുള്ള ശിക്ഷ നടപടികളൊക്കെ ഏറ്റുവാങ്ങുന്ന ഒരു സംഗതികൾ അന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും മുസ്ലിം സമുദായത്തിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് ബാധകമല്ല എന്നുള്ളത് പരസ്യമായ സത്യം. പക്ഷേ ഹിന്ദുക്കൾക്ക് അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ള വ്യക്തികളാണ് ഇപ്പോൾ ശബരിമലയിൽ കയറിയിരുന്ന് അയ്യപ്പനെ എന്തോ വലിയ സംഭവമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അയ്യപ്പ സംഘവും ഒക്കെ നടത്തി ഭരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രശ്നം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 1998 ഒരു വഴിപാടിന്റെ ഭാഗമായിട്ട് വിജയ് മല്യ സമർപ്പിച്ച സ്വർണത്തിന്റെ പല കാര്യങ്ങളും 2019 എത്തിയപ്പോഴേക്കും ചെമ്പായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. കാരണം ഇപ്പോൾ സ്വർണം പൂശിയ ആ സ്ഥാപനം അവരുടെ അഭിഭാഷകനടക്കം ആണയിട്ട് പറയുന്ന ഒരു സംഗതി, ഞങ്ങൾ സ്വർണത്തിൽ സ്വർണം പൂശാറില്ല എന്നതാണ്. ഞങ്ങൾ ചെമ്പിലാണ് സ്വർണം പൂശുക. 1998 ഓൾറെഡി സ്വർണം പൂശിയ സംഗതി എങ്ങനെയാണ് ചെമ്പായത്? ഇപ്പോ ഈ പറയുന്ന വിജയ് മല്യ കൊടുത്തിട്ടുള്ള ആ സ്വർണത്തിൽ നിന്നും എത്ര കിലോ സ്വർണം നഷ്ടപ്പെട്ടു? ഈ ചോദ്യങ്ങൾക്കൊന്നും CPM-ന്, അതായത് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന CPM-ന് ഉത്തരവില്ല.
അവരിപ്പോൾ വിജിലൻസിനെ ഏൽപ്പിച്ച് അവരങ്ങോട്ട് അന്വേഷിച്ചോളും. അങ്ങനെ ഈ കാര്യം ക്ലോസ് ചെയ്യാനുള്ള തത്രപ്പാടിലാണ് സത്യത്തിൽ അവർ. ഈ 1998 സ്വർണം പൊതിഞ്ഞ ആ ഒരു സംഭവം നമുക്കറിയാം. നമ്മൾ എല്ലാ വീഡിയോ ഫുട്ടേജിലും നമ്മൾ കാണുന്നുണ്ട് സ്വർണം എങ്ങനെയാണ്, എത്ര തിളക്കത്തോടെയാണ് അയ്യപ്പന്റെ ഈ പറയുന്ന എല്ലാ സ്വർണത്തിന്റെ ഉരുപ്പടികളും അവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. എന്നാൽ 2019 ചെമ്പായി മാറി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് കടത്തിയിട്ടുണ്ടാവുക? നമ്മൾ അതേക്കുറിച്ച് ഒന്ന് കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ക്ഷേത്രത്തിന്റെ നട തുറന്നിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യുക അസാധ്യമാണ്. ഒന്ന്, അവിടെ ഭക്തരായിട്ടുള്ള ആളുകളുണ്ടാവും, ശക്തമായിട്ടുള്ള പോലീസ് കാവലുണ്ടാവും, മാധ്യമങ്ങളുണ്ടാവും. ഇവരുടെയൊക്കെ ഒരു കണ്ണ് വെട്ടിച്ച് ഈ സാധനം പൊള്ളിച്ച് പുറത്തേക്ക് കടത്തുക എന്ന് പറയുന്നത് തന്നെ അസാധ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. പൊതുവെ ഒരു കാര്യം വന്നിരുന്നു, സ്ത്രീകളെയൊക്കെ ശബരിമലയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് നിന്ന സമയമുണ്ടല്ലോ. പിണറായി വിജയനും കൂട്ടരും ഒക്കെ വളരെ തണ്ടും തടിയും കാണിച്ച് ഞങ്ങൾ സ്ത്രീകളെ കയറ്റിയിരിക്കും, ഭക്തരാണ് കേട്ടോ ഭക്തർ, അപ്പോ സ്ത്രീകളെ കയറ്റിയിരിക്കും എന്നും പറഞ്ഞ് നിന്നെ ആ ഒരു സമയത്താണോ അടിച്ചു മാറ്റിയത് എന്നൊക്കെ ഒരു സംശയം ഇങ്ങനെ വന്നിരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സമയത്ത് അവിടെ മാധ്യമങ്ങളുണ്ട്, വലിയ പോലീസ് കാവലുണ്ട്, അതുപോലെ തന്നെ സമരം കിടക്കുന്ന BJP RSSന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട്, അതുകൂടാതെ ഭക്തരായിട്ടുള്ള ആളുകളും എല്ലാം വലിയ കോൺഫ്ലിക്റ്റ് നടക്കുന്ന ആ സമയത്തല്ല സത്യത്തിൽ ഇത് നടന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ വാളിയൊക്കെ പൊക്കിക്കൊണ്ടു പോകുന്നത് കാണാതിരിക്കുമോ? എന്നാൽ യഥാർത്ഥത്തിൽ മണ്ഡലകാലത്തല്ല, നടയടച്ചിരിക്കുന്ന ഒരു സമയത്തായിരിക്കണം ഇത്ര വലിയ രീതിയിൽ ഈ സ്വർണത്തിന്റെ പാളി പൊളിച്ച് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇതിന്റെയൊക്കെ വലിപ്പം തന്നെയാണ് മെയിൻ കാര്യം. കാരണം ഒരു മനുഷ്യരുടെയും കണ്ണിൽ പെടാതെ കണ്ണ് വെട്ടിച്ച് ഇത്ര വലിയ സാധനങ്ങൾ ശ്രീകോവിലിനകത്ത് നിന്നും പുറത്തേക്ക് കടത്തുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു സംഗതിയല്ല. പുറത്തു നിന്ന് പണിതിട്ട് എല്ലാരെയും അറിയിച്ചുകൊണ്ട് ഇത് അകത്തേക്ക് കൊണ്ടുവരാം, അകത്തേക്ക് കൊണ്ടുവന്ന് സ്ഥാപിക്കാം. അവിടെ നിന്നും ഇതാരുടെയും കണ്ണ് വെട്ടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. നമുക്കറിയാം 2005 മുതൽ നട അടയ്ക്കുന്ന സമയത്തും, അതായത് മണ്ഡലകാലം അല്ലാത്ത സമയത്ത് പോലും അവിടെ പോലീസ് കാവലുണ്ട്. അപ്പൊ ആ സമയത്താണ് ഈ കാര്യം നടന്നിരിക്കുന്നതെങ്കിൽ ഉറപ്പായും അവിടുത്തെ പോലീസ് കാര്യം അത് അറിഞ്ഞിരിക്കണം, അതോടൊപ്പം തന്ത്രിയും ഇത് അറിഞ്ഞിരിക്കണം. അവർക്ക് അങ്ങനെ ഒരു അൺഒഫീഷ്യൽ കാര്യമാണ് അവിടെ നടക്കുന്നതെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഉത്തരവാദിത്തമുണ്ട്, പോലീസുകാർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു ദേവപ്രശ്നം നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇതിനൊരു പ്രശ്നം വന്നു എന്നുള്ള രീതിയിൽ ഒഫീഷ്യലി ഒരു ഡിക്ലറേഷൻ വന്നിട്ടുണ്ടോ, അത് എങ്ങനെ വന്നു എന്നുള്ളതിന്റെ ന്യായീകരണമുണ്ടോ, ഇതെല്ലാം ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. പക്ഷെ ഇതൊന്നുമില്ലാതെ, അല്ലെങ്കിൽ തന്ത്രി പറയാതെ, ദേവസ്വം ബോർഡ് ചെയർമാൻ പറയാതെ, ദേവസ്വം ബോർഡിൽ ഉൾപ്പെട്ട വ്യക്തികൾ പറയാതെ അവിടെ കാവലിന് നിൽക്കുന്ന പോലീസ് ഈ സാധനം പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. TP സെൻകുമാർ നമുക്കറിയാം, പണ്ട് പോലീസിൽ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ഇപ്പോൾ ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉറപ്പായും ഇതുപോലൊരു അൺയൂഷ്വൽ കാര്യം അയ്യപ്പന്റെ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിക്കോട്ടെ ആരായിക്കോട്ടെ, അത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. വെറുതെ വായി നോക്കി നിൽക്കാനല്ല അദ്ദേഹത്തിന് അവിടെ നിർത്തിയിരിക്കുന്നത്. 2005 TP സെൻകുമാർ ഇടപെട്ടാണ് അവിടെ വലിയ രീതിയിലുള്ള പോലീസ് കാവല് നിർത്തിയിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് അറിയാം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഈ പറയുന്ന 2019 ഇത് പൊളിച്ചുകൊണ്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സമയത്ത് ആരും ഇതറിഞ്ഞില്ല? ഇപ്പൊ ഹൈക്കോടതിയിൽ നിന്ന് ഈ ചോദ്യങ്ങൾ വന്നപ്പോഴാണ് ആളുകളെല്ലാം പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ, അവിടെ സുരക്ഷയ്ക്ക് നിന്ന പോലീസ് ഉദ്യോഗസ്ഥർ മൗനം പാലിച്ചു? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേരളത്തിലെ വിജിലൻസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു കാര്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുമെന്ന്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആരാണ് കട്ടുകൊണ്ടുപോയത് അതിനൊരു തീരുമാനം ഉണ്ടാവുന്ന? ഒരിക്കലും ഇല്ല. കാരണം കേരളത്തിന്റെ വിജിലൻസ് ആയിക്കോട്ടെ, പോലീസ് സേന ആയിക്കോട്ടെ, എല്ലാം CPMന്റെ കീഴിൽ തന്നെ. ഈ ദേവസ്വം ബോർഡ് CPMന്റെ കീഴിൽ. അപ്പൊ തന്ത്രിയും മന്ത്രിയും അറിയാതെ അയ്യപ്പന്റെ സ്വർണം പുറത്തു പോകില്ല എന്നാണെങ്കിൽ ഈ മന്ത്രിയുടെ ഒക്കെ കീഴിൽ തന്നെ ഇരിക്കുന്ന അന്വേഷണ ഏജൻസി അന്വേഷിച്ചതുകൊണ്ട് എന്താണ് കാര്യം? അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് വേണ്ടത്? റോഡിൽ കിടന്ന് അടി കൊള്ളണോ? അന്ന് കുറെ നാമജപ ഘോഷയാത്ര നടത്തി കുറെ അമ്മമാര് അടിയുണ്ട്. എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ അവരുടെ കണ്ണുനീര് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമമുണ്ട്. അതുപോലെ ഇറങ്ങി നടക്കണമെന്നാണ് ഒരുപാട് ഹിന്ദുക്കൾ പറയുന്നുണ്ട്. RSS എന്താ റോട്ടിൽ ഇറങ്ങാത്തെ, BJP-കാരെന്താ സമരം നയിക്കാത്തെ, അവരെന്തുകൊണ്ടാ ഇങ്ങനെ വന്നിട്ട് ഇതിനെതിരെ പ്രതികരിക്കാത്ത, അയ്യപ്പന്റെ സ്വർണം പോയിട്ട് ഇവരെന്താ മിണ്ടാതിരിക്കുന്നേ? കുറെ പേര് പറയുന്നുണ്ട് നിങ്ങൾ പഴം പുഴുങ്ങിയിരിക്കുന്നത് എന്തിനാന്നൊക്കെ. അല്ലെ ഈ പറയുന്ന വ്യക്തികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ? എത്ര വ്യക്തികൾ അന്ന് സമരം ചെയ്തു, റോഡിൽ കിടന്ന് അടി കൊണ്ടു, എത്ര ആൾക്കാരുടെ പേരിൽ കേസുകൾ വന്നു നിങ്ങൾക്കറിയാമോ? ഇപ്പോഴും ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളുണ്ട്. UDF-ന്റെയും LDF-ന്റെയും കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവരൊക്കെയും ഇവരുടെ ആൾക്കാർ സമരം ചെയ്താലും എന്ത് കേസ് ഉണ്ടാക്കിയാലും ഇവര് ഭരണത്തിൽ കയറുമ്പോൾ അതൊക്കെ എഴുതിത്തള്ളും. പക്ഷേ BJP-യുടെ കാര്യത്തിൽ സത്യത്തിൽ അങ്ങനെ ഒരു ചാൻസ് വന്നിട്ടില്ല. ഇനി അവരത് ചെയ്യോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, സത്യത്തിൽ ഭക്തിയുടെ പേരിൽ ആരൊക്കെ റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ടോ അവർക്ക് മാത്രമാണ് ഇവിടെ പേഴ്സണലി നഷ്ടം വന്നിട്ടുള്ളത്. പിന്നെ ആരോട് ഇറങ്ങാനാണ് നിങ്ങൾ പറയുന്നത്? എന്നാൽ അതാണോ യഥാർത്ഥത്തിൽ പിണറായി വിജയനെ പോലെ ഒരു വ്യക്തിയെ സമരം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് അങ്ങനെ ഒരു ധാർഷ്ട്യം തന്നെയുണ്ട്. അദ്ദേഹം സമരം ഒന്നും കാണാത്ത വ്യക്തിയല്ല. കാരണം ആശാ വർക്കർമാർ സമരം ചെയ്തപ്പോ പുച്ഛിച്ചുകൊണ്ട് അദ്ദേഹം പോയതിന്റെ കാര്യം അത് തന്നെയാണ്. ആര് സമരം ചെയ്താൽ അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമല്ല. ബ്രിട്ടീഷുകാർക്ക് പോലും കുറച്ചെങ്കിലും ഒരു മനസാക്ഷിയൊക്കെ ഉണ്ട്. ഒരാള് പട്ടിണി കിടന്നൊരു നിരാഹാര സമരമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഓടിച്ചെന്ന് അയ്യോ അയാൾ മരിച്ചു പോകണ്ടെന്നോർത്ത് എന്തെങ്കിലും ചെയ്യും. പിണറായി വിജയൻ അങ്ങനെയൊന്നുമില്ല. അപ്പൊ സമരം കൊണ്ടും തോൽപ്പിക്കാൻ പറ്റാത്ത ഈ കാര്യത്തിൽ സത്യത്തിൽ എങ്ങനെയാണ് അയ്യപ്പന്റെ സ്വർണത്തിന് വേണ്ടി ഭക്തരായ ആളുകൾ പ്രതികരിക്കേണ്ടത്? ഈ അമ്പല കൊള്ളക്കാർക്കെതിരെ ഭക്തർക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും പ്രൈം ആയിട്ടുള്ള കാര്യം ഇവരെ നിയമപരമായിട്ട് നേരിടുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരള വിജിലൻസ് ഇത് അന്വേഷിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ ആൾക്കാർ തന്നെ കട്ടത്.
ഇനി അദ്ദേഹത്തിന് ഇതിൽ എത്രത്തോളം പങ്കുണ്ടെന്നുള്ളത് വെളിച്ചത്ത് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. ഇവരൊന്നും അന്വേഷിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ വെളിച്ചത്ത് വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയ്യപ്പനോട് യാതൊരു രീതിയിലുള്ള ഭക്തിയോ പ്രതിബദ്ധതയോ ഒന്നും ഇല്ലാത്ത വ്യക്തികളാണ് ഇവർക്ക് പണം മാത്രമാണ് വലിയ കാര്യം. അപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഹൈക്കോടതിയിൽ പോയിട്ട് ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ ഹൈന്ദവ സംഘടനകൾ എല്ലാവരും തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ പുഷ്പം പോലെ ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാം കോടതിയിൽ കേസിന് എന്താണ് വേണ്ടത്? പണമാണ് വേണ്ടത്. അപ്പൊ എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ CBI അന്വേഷിക്കുന്ന രീതിയിലേക്ക് ഈ കേസ് മാറ്റിക്കൊണ്ട് വരാൻ കഴിയും. അങ്ങനെ നിയമപരമായിട്ട് ഇവിടെ അമ്പലത്തിന്റെ പേരിൽ അമ്പലം വിഴുങ്ങുകളായി നിന്നുകൊണ്ട് ഈ പാർട്ടിക്കാർ ചെയ്ത കള്ളത്തരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന് നിയമപരമായി അവരെ ശിക്ഷിക്കാനായിട്ട് സാധിക്കും. കേന്ദ്രത്തിന്റെ ഇടപെടലും ഇതിലുണ്ടാകും. രണ്ടാമതായി, ഇങ്ങനെ അമ്പലം വിശ്വാസമില്ലാത്ത ആളുകളുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് അമ്പലത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഭക്തർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നതും കോടതിയിലൂടെ തന്നെ ഫൈറ്റ് ചെയ്ത് കേന്ദ്ര ഏജൻസികൾ അല്ലെങ്കിൽ ഭക്തർ തന്നെ ക്ഷേത്രം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഈ കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരണം. അതിനും നിയമപരമായി ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമതായിട്ട് ചെയ്യേണ്ട സംഗതി, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ അമ്പലക്കള്ളന്മാർ ഒരു കാരണവശാലും കേരളത്തിൽ ജയിച്ചു കയറാൻ പാടില്ല എന്ന കാര്യത്തിൽ ഓരോ ഹിന്ദുവിനും ഉറപ്പുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പറയും വർഗീയതയാണെന്ന്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഇവിടെ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ഞങ്ങൾക്കൊന്നും വലിയ പ്രശ്നമില്ല. ഞാൻ പറയാം, ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങളുടെ പള്ളികളിൽ കയറി പിണറായി വിജയൻ ഒരു സംഗമവും നടത്തുന്നില്ല. ഞങ്ങളുടെ യേശുവിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കുരിശിന്റെയോ ഒന്നും സ്വർണ്ണം ഒന്നും എടുത്തുകൊണ്ട് പോകാനായിട്ട് ഇവർക്ക് കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കും അവിടെ അധികാരമില്ല. അതുപോലെയാണോ നിങ്ങളുടെ അമ്പലങ്ങളിൽ? ഒരു മോസ്കിൽ കയറി അദ്ദേഹം ഇത് ചെയ്യില്ല. അപ്പോ തീർച്ചയായും ആരാധന എന്ന് പറയുന്നത് പ്യുവർ ആണെങ്കിൽ അതിനൊരു അവകാശം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് സംരക്ഷിക്കാൻ ഓരോ മനുഷ്യനും ആ രാജ്യത്തിന്റെ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അതോടൊപ്പം ജനാധിപത്യപരമായി ഇത്തരം ആൾക്കാരെ ഇനി മേലാൽ അധികാരത്തിൽ കയറ്റാതിരിക്കാനുള്ള ഒരു വാശിയും കൂടി ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണം. നിങ്ങൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഭൂരിപക്ഷമാണ് ന്യൂനപക്ഷമാണെന്നൊക്കെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിൽ ആൾക്കാർ പറയുന്നത് കേൾക്കാം. SNDPക്കാരുടെ വോട്ട് നേടാനും അതുപോലെ തന്നെ നായന്മാരുടെ വോട്ട് നേടാനും സാംസ്കാരിക നായകന്മാരെ ഇടത്തും വലത്തും പിടിച്ചുകൊണ്ട് വന്ന പിണറായി വിജയന്റെ കളിയും നിങ്ങൾ കണ്ടതാണല്ലോ. അതിനുശേഷമാണ് ഈ സ്വർണ്ണമൊക്കെ കട്ടതിന്റെ കഥകളൊക്കെ വെളിച്ചെത്തി വരുന്നത്. അപ്പൊ മനസ്സിലാക്കിക്കൊള്ളുക, അദ്ദേഹം കളിക്കുന്നത് നന്നായി മനസ്സിലാക്കി അടുത്ത വോട്ട് കിട്ടാൻ എന്ത് ചെയ്യണം, അടുത്തതായി സ്വത്ത് സമ്പാദിക്കാൻ എന്ത് ചെയ്യണം, അടുത്തതായി പൈസ കൂട്ടിവെക്കാൻ എന്ത് ചെയ്യണം, എവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊക്കെ കണ്ടോണ്ടാണ്. നിങ്ങൾ കളിക്കുന്നത് എന്തും കണ്ടോണ്ടാ. ഒരു കിറ്റ് തരുമ്പോൾ പോയി വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അങ്ങനെ ഒരു ഹിന്ദുവാണ് നിങ്ങളെങ്കിൽ, ശബരിമലയിൽ നടന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ സഹതാപമുണ്ട്, മറ്റൊന്നും പറയാനില്ല. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.